കേരളത്തിലെ മാധ്യമ ചരിത്രത്തിലും രാഷ്ട്രീയ ഭൂമികയിലും സമാനതകളില്ലാത്ത ഒരു നിയമ പോരാട്ടത്തിനാണ് പെരുമ്പാവൂർ സബ് കോടതി സാക്ഷ്യം വഹിച്ചത്. കിറ്റെക്സ് ഗ്രൂപ്പ് ചെയർമാനും 2020 ചീഫ് കോർഡിനേറ്ററുമായ സാബു എം ജേക്കബിനെതിരെയുള്ള അപകീർത്തികരമായ വാർത്തകൾ സംപ്രേഷണം ചെയ്യുന്നതിൽ നിന്നും റിപ്പോർട്ടർ ടിവിയെ വിലക്കിക്കൊണ്ടുള്ള കോടതി ഉത്തരവ് വലിയ ചർച്ചകൾക്കാണ് വഴി തുറക്കുന്നത്. മാധ്യമങ്ങൾക്ക് ആരെയും എപ്പോഴും വിമർശിക്കാമെന്ന പൊതുബോധത്തിന്മേലുള്ള ശക്തമായ നിയമപരമായ ഇടപെടലായി ഇതിനെ കാണാവുന്നതാണ്. 2020 എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം കേരളത്തിലെ രാഷ്ട്രീയ സമവാക്യങ്ങളിൽ വലിയ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് റിപ്പോർട്ടർ ടിവി ചില പ്രത്യേക വാർത്തകൾ പുറത്തുവിട്ടത്. സാബു എം ജേക്കബ് തന്റെ രാഷ്ട്രീയ നിലപാടുകൾ മാറ്റുന്നതും NDA സഖ്യത്തിലേക്ക് അടുക്കുന്നതും കേന്ദ്ര ഏജൻസിയായ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നടപടികളിൽ നിന്നും രക്ഷപ്പെടാനായിരുന്നു ചാനലിന്റെ പ്രധാന ആരോപണം. യാതൊരുവിധ വസ്തുതകളുമില്ലാതെ കേവലം അനുമാനങ്ങളുടെയും രാഷ്ട്രീയ ഗൂഢാലോചനയുടെയും ഭാഗമായാണ് ഇത്തരം വാർത്തകൾ ചമച്ചതെന്ന് സാബു എം ജേക്കബ് കോടതിയിൽ വാദിച്ചു. തന്റെ വ്യക്തിപരമായ പ്രതിച്ഛായയും കിറ്റെക്സ് ഗ്രൂപ്പ് എന്ന വലിയ വ്യവസായ സ്ഥാപനത്തിന്റെ വിശ്വാസ്യതയും തകർക്കാൻ ലക്ഷ്യമിട്ടാണ് ചാനൽ മാനേജ്മെന്റ് പ്രവർത്തിക്കുന്നതെന്ന് അദ്ദേഹം ആരോപിച്ചു. കേസ് പരിഗണിച്ച പെരുമ്പാവൂർ സബ് കോടതി ചാനൽ സംപ്രേഷണം ചെയ്ത് ദൃശ്യങ്ങളും വാർത്തകളും പരിശോധിച്ച ശേഷം പ്രാഥമികമായി അവ അപകീർത്തികരമാണെന്നാണ് നിരീക്ഷിച്ചത്. ഒരു വ്യക്തിയുടെയോ പ്രസ്ഥാനത്തിന്റെയോ അന്തസ്സിനെ ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള വാർത്തകൾ മാധ്യമ സ്വാതന്ത്ര്യത്തിന്റെ പരിധിയിൽ വരില്ലെന്ന് കോടതി വ്യക്തമാക്കി. കേസ് പൂർണ്ണമായും തീർപ്പാക്കുന്നതുവരെ സാബു എം ജേക്കബിനെതിരെ സമാനമായ രീതിയിലുള്ള യാതൊരു പരാമർശങ്ങളും വാർത്തകളും നൽകരുത് എന്ന കർശന നിർദ്ദേശമാണ് കോടതി നൽകിയിരിക്കുന്നത്. റിപ്പോർട്ടർ ടിവി MD ആൻഡ്രു അഗസ്റ്റിൻ കണ്ടെത്തിയിട്ടുള്ള 17 പ്രതികൾക്കും കോടതി നോട്ടീസ് അയച്ചിട്ടുണ്ട്. മാധ്യമങ്ങൾ വാർത്തകൾ നൽകുമ്പോൾ പാലിക്കേണ്ട മിനിമം ധാർമ്മികത ഇവിടെ ലംഘിക്കപ്പെട്ടുവെന്ന കണ്ടെത്തലിലേക്കാണ് കോടതിയുടെ ഈ ഇടപെടൽ വിരൽ ചൂണ്ടുന്നത്. വെറുമൊരു വാർത്താ വിലക്ക് മാത്രമല്ല സാബു എം ജേക്കബ് നയിച്ചത്. വാർത്തകൾ വഴി തന്റെ പ്രതിച്ഛായയ്ക്കുണ്ടായ ആഘാതത്തിന് 25 കോടി രൂപ നഷ്ടപരിഹാരം വേണമെന്നും അദ്ദേഹം ഹർജിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒരു പ്രമുഖ വ്യവസായി എന്ന നിലയിലെ രാഷ്ട്രീയ നേതാവ് എന്ന നിലയിലും തന്റെ ക്രെഡിബിലിറ്റി തകർക്കാൻ ബോധപൂർവമായ ശ്രമം നടന്നുവെന്നും അതിന് തക്കതായ വില ചാനൽ നൽകണമെന്നും അദ്ദേഹം വാദിക്കുന്നുണ്ട്. കേരളത്തിലെ മാധ്യമ ചരിത്രത്തിൽ ഒരു വാർത്താ ചാനലിനെതിരെ ഇത്രയും വലിയ തുക നഷ്ടപരിഹാരം ആവശ്യപ്പെടുന്നത് അപൂർവമായ സംഭവമാണ്. ഇത് വരും കാലങ്ങളിൽ മാധ്യമങ്ങൾക്ക് വാർത്തകൾ നൽകുമ്പോൾ കൂടുതൽ ജാഗ്രത പാലിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒന്നായി മാറും. കോടതി ഉത്തരവിന് പിന്നാലെ വാർത്താ സമ്മേളനത്തിൽ റിപ്പോർട്ടർ ടിവിക്കെതിരെ അത്യന്തം ഗൗരവകരമായ ചില വെളിപ്പെടുത്തലുകൾ സാബു എം ജേക്കബ് നടത്തുകയുണ്ടായി. ചാനൽ നിലവിൽ പ്രവർത്തിക്കുന്നത് ആവശ്യമായ ബ്രോഡ്കാസ്റ്റിംഗ് ലൈസൻസുകൾ ഇല്ലാത്തതാണ് അതിൽ പ്രധാന കാരണം. കേന്ദ്ര വാർത്താ വിതരണ കേന്ദ്രത്തിന്റെ കൃത്യമായ അനുമതിയോടെയാണ് ചാനൽ പ്രവർത്തിക്കുന്നതെന്ന് അദ്ദേഹം ആരോപിക്കുന്നുണ്ട്. ചാനലിന് നിയമപരമായ എല്ലാ രേഖകളും ഉണ്ടെങ്കിൽ അവ പൊതുജന മധ്യത്തിൽ ഹാജരാക്കാൻ അദ്ദേഹം മാനേജ്മെന്റിനെ വെല്ലുവിളിക്കുകയും ചെയ്തു. മാധ്യമ സ്ഥാപനം ഒരു ആയുധമാക്കി മാറ്റി വ്യക്തികളെയും സ്ഥാപനങ്ങളെയും ബ്ലാക്ക്മെയിൽ ചെയ്യാൻ ചിലർ ശ്രമിക്കുന്നതായി അദ്ദേഹം ആരോപിക്കുകയും ചെയ്തു. ചാനലിന്റെ പ്രവർത്തനങ്ങളിലെ അപാകതകൾ ചൂണ്ടിക്കാട്ടി കേന്ദ്ര സർക്കാരിന് അദ്ദേഹം അനുകൂലമായി പരാതി നൽകിയിട്ടുമുണ്ട്. ലൈസൻസ് സംബന്ധിച്ച തർക്കങ്ങൾ ശരിയാണെന്ന് തെളിയുകയാണെങ്കിൽ റിപ്പോർട്ടർ ടിവിയുടെ നിലനിൽപ്പിനെ തന്നെ അത് ബാധിച്ചേക്കാം. കേരളത്തിലെ മാധ്യമങ്ങൾ പലപ്പോഴും രാഷ്ട്രീയ ചേരിതിരിവുകളുടെ ഭാഗമാകുന്നുവെന്ന ആക്ഷേപം ശക്തമാണ്. 2020 പോലെയുള്ള ഒരു സ്വതന്ത്ര രാഷ്ട്രീയ പരീക്ഷണത്തെ തകർക്കാൻ പരമ്പരാഗത രാഷ്ട്രീയ പാർട്ടികൾ മാധ്യമങ്ങളെ ഉപയോഗിക്കുന്നുണ്ടോ എന്ന സംശയം ഈ കേസ് ഉയർത്തുന്നുമുണ്ട്. കിറ്റെക്സ് ഗ്രൂപ്പ് കേരളത്തിന് പുറത്തേക്ക് വലിയ വ്യവസായ സംരംഭങ്ങൾ മാറ്റിയ സമയത്തും ഇത്തരം മാധ്യമ വിചാരണകൾ നടന്നു. വാർത്തകൾ നൽകാനുള്ള അവകാശം പോലെ തന്നെ പ്രധാനമാണ് ഒരാളുടെ സ്വകാര്യതയും അന്തസ്സും സംരക്ഷിക്കാനുള്ള അവകാശവും. മാധ്യമ സ്ഥാപനങ്ങൾ ഒരു കക്ഷിയുടെ മാത്രം പക്ഷം ചേർന്ന് മറുഭാഗത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുമ്പോൾ കോടതികൾക്ക് ഇടപെടേണ്ടി വരുന്നു എന്നതിന്റെ തെളിവാണ് പെരുമ്പാവൂർ കോടതിയുടെ ഈ വിധി. റിപ്പോർട്ടർ ടിവിയും സാബു എം ജേക്കബും തമ്മിലുള്ള ഈ നിയമയുദ്ധം കേവലം ഒരു വാർത്താ വിലക്കിൽ അവസാനിക്കുമെന്ന് തോന്നുന്നില്ല. ഇത് മാധ്യമങ്ങളുടെ ഉത്തരവാദിത്തങ്ങളെക്കുറിച്ചും അവയ്ക്ക് മേലുള്ള നിയമപരമായ നിയന്ത്രണങ്ങളെക്കുറിച്ചും വലിയൊരു സംവാദത്തിന് തുടക്കമിട്ടിരിക്കുകയാണ്. അപകീർത്തി കേസിലെ 25 കോടിയുടെ നഷ്ടപരിഹാരവും ലൈസൻസ് സംബന്ധിച്ച കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണ റിപ്പോർട്ടും ഇവിടെ വളരെ പ്രാധാന്യമർഹിക്കുന്നതാണ്. സത്യസന്ധമായ വാർത്തകൾ ജനങ്ങളിൽ എത്തിക്കാൻ മാധ്യമങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ടെങ്കിലും അത് വ്യക്തിപരമായ വിരോധം തീർക്കാനുള്ള വേദിയായി മാറരുത് എന്ന പാഠമാണ് ഈ സംഭവം.